മരുമോനെ അച്ഛൻ ഇപ്പൊ കൂട്ടുകാരനാക്കി വെച്ചിരിക്കുകയാണല്ലേ? ആ, നിനക്കിപ്പോ എന്തൊക്കെയാ അറിയണത്? എനിക്ക് പല ആൾക്കാരോടും സംസാരിക്കാനുണ്ടാവും. അതൊക്കെ നിന്നോട് പറയുന്നത് എന്തിനാ? അച്ഛൻ ഇപ്പൊ വിളിച്ചത് രാജീവേട്ടനെ അല്ലേ? ഞാൻ പറഞ്ഞതല്ലേ അച്ഛാ, രാജീവേട്ടൻ വരാതെ ഞാൻ ആ വീട്ടിലേക്ക് പോവില്ലെന്ന്. മോളെ, വീട് വിട്ടു നിൽക്കുന്ന ആണുങ്ങൾക്ക് വീട്ടിലേക്ക് വരണമെന്ന തോന്നലുണ്ടാവണമെങ്കിൽ ആ വീട്ടിൽ അവരിഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ വേണം. നീ ഇവിടെ ഒരു അല്ലലും ഇല്ലാതെ നിൽക്കുകയാണെന്ന തോന്നലുണ്ടായാൽ അവന് അടുത്ത കാലത്തൊന്നും ഇങ്ങോട്ട് വരാനും നിന്നെ നിന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാനും ഒരു സാധ്യതയില്ല. മോളെ, അവൻ തിരിച്ചു വരണമെങ്കിൽ നീ ആ വീട്ടിൽ ചെന്ന് നിൽക്കണം. അതിനുവേണ്ടി മാത്രം അച്ഛൻ അവനെ വിളിച്ചത്. അല്ലാതെ മോൾ ഇവിടെ നിൽക്കുന്നത് എനിക്കൊരു ഭാരമായി തോന്നിയോണ്ടൊന്നുമല്ല. ഇതെന്താ അച്ഛനും മോളും കൂടെ എന്തോ തർക്കത്തിൽ നിൽക്കുകയായിരുന്നു തോന്നുന്നു. അച്ഛൻ രാജീവേട്ടനെ വിളിച്ച് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞിരിക്കുന്നു. അമ്മയ്ക്ക് എന്നെ ഇവിടെ താമസിപ്പിക്കുന്നതിൽ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ട് മോളെ? പക്ഷെ നിനക്കങ്ങനെ എന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെ പറഞ്ഞത്. അത് മോള് കാര്യാക്കണ്ട. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടമ്മേ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഗോപാലേട്ടാ, എന്തിനാ ഗോപാലേട്ടാ ഇപ്പൊ രാജീവിനെ വിളിച്ചത്? അവളെ ഇവിടെ ഹോട്ടലിലെ പണിക്കാരിയാക്കി എന്നും ഇവിടെ ഇങ്ങനെ നിർത്താനാണോ നിന്റെ ഉദ്ദേശം? ആ രാജീവനെ വിളിച്ച് കാര്യങ്ങൾ സെറ്റാക്കിയില്ലെങ്കിലേ പെണ്ണിവിടെ നിന്നു പോകും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അതിന് ഇവളെ ആ വീട്ടിൽ നിർത്താൻ അവന്റെ അമ്മയും അമ്മാവനും സമ്മതിക്കുന്നില്ലല്ലോ. അത് നോക്കേണ്ട ഉത്തരവാദിത്വം രാജീവനാ. അതൊന്നും അവനെ ഓർമ്മിപ്പിക്കാനാ ഞാൻ അവനെ വിളിച്ചത്. പക്ഷെ അപ്പോഴേക്കും അവളത് കേട്ടോണ്ട് കയറി വരുന്നു ഞാൻ കരുതിയോ? ഗോപാലേട്ടാ, അത് പിന്നെ വല്ലാത്തൊരു സ്വഭാവമുള്ളവരാ ആ രാജീവിന്റെ അമ്മ വിജയലക്ഷ്മി. ആദ്യത്തെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിച്ചതടക്കം ഒരുപാട് ദ്രോഹങ്ങൾ അവരിവളോട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവക്ക് അവിടെ പോയി നിൽക്കാൻ പേടി. അങ്ങനെ പേടിച്ചാ ഒളിക്കാൻ കാടുണ്ടോ ശാരദേ? കാലം മാറുന്നതിനനുസരിച്ച് അവരും മാറേണ്ടിയിരിക്കുന്നു. അവരിപ്പോഴും പഴയ അമ്മായിമ്മ പോരും എടുത്ത് നിൽക്കാനാണ് ഭാവമെങ്കിലേ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നു പറയണം. കുഞ്ഞിനെയും തള്ളയെ അവൻ ആവശ്യമുണ്ടെങ്കിൽ അവൻ അവൻ്റെ നാട്ടിലേക്ക് വരട്ടെ ശാരദേ. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ അവന് ഫോൺ ചെയ്തത്. എവിടെ നിന്നാലും ഇനി എന്റെ മോൾക്കൊരു ബുദ്ധിമുട്ട് ആ സ്ത്രീയിൽ നിന്നും ഉണ്ടാവരുത്. അത്ര മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. എന്തായാലും ഞാനായിട്ടല്ലേ ഇതിന് തുടക്കം ഇട്ടത്. ഇതിൻ്റെ പേരിൽ അവൾക്കൊരാപത്തും വരാതെ ഞാൻ നോക്കിക്കോളാം. ഈ സാഹചര്യത്തിൽ രാജീവൻ വിദേശത്ത് നിന്നല്ല ജോലി നോക്കേണ്ടത്, നാട്ടിൽ നിന്നാ. അതിനുള്ള പഠിപ്പും കഴിവും അവനുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇവളെ അവൻ അങ്ങോട്ട് കൊണ്ടുപോകണം. എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും കുടുംബമില്ലെങ്കിൽ പിന്നെ ഈ വെട്ടിപ്പിടിച്ചതിനൊക്കെ വല്ല വിലയുണ്ടോ ശാരദേ? അവൻ വരും. അവന്റെ സംരക്ഷണയിൽ തന്നെ ശാരീരിക സുഖമായി പ്രസവിക്കുകയും ചെയ്യും. എല്ലാം നല്ല രീതിയിൽ നടന്നാൽ മതിയായിരുന്നു. കാരണം ഇനി കരയാൻ അവക്ക് കണ്ണീരില്ല.